സേതു ശരിക്കും തുടങ്ങിയത് ഒടിയനിലാണോ വർക്ക് തുടങ്ങിയത്? അല്ല ഏട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ റഷീദിക്കയുടെയൊക്കെ കാര്യം പറഞ്ഞില്ലേ. റഷീദിക്കാണ് എൻ്റെ ഈ കൺസെപ്റ്റിൻ്റെ ഒരു ഗുരു അദ്ദേഹമാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു നിർദ്ദേശം കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് സ്കെച്ച് ചെയ്യുന്നത് റഷീദിക്ക പറഞ്ഞിട്ടാണ്. അത് ദർബോണി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയായിരുന്നു. അത് 2013 12 13 മറ്റോ എന്ന് തോന്നുന്നു, 13 ആ ഒരു ടൈമിലാണ്. അപ്പം അതാണ് ഫസ്റ്റ് സ്കെച്ച് ഞാൻ ചെയ്യുന്നത്. കുട്ടേട്ടൻ്റെ ഒരു സ്കെച്ച്, 90 വയസ്സുള്ള ഒരാളുടെ സ്കെച്ച്, അവിടെ നിന്ന് ഒരു തുടക്കം. പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയത് പത്തേമാരിയിലായിരുന്നു, പള്ളിക്കൽ നാരായണൻ. അതെ അതെ. അതിന് റഷീക്ക നിർദ്ദേശം ഇങ്ങനെയൊക്കെ എനിക്ക് തരുന്നത്. മമ്മൂക്ക ഇതുപോലെ ഗൾഫിൽ ഇത്ര വർഷം നിന്ന ആണ്, പിന്നെ നാട്ടിലേക്ക് ഒരുപാട് പ്രായമായ ശേഷമാണ് വരുന്നത്. അപ്പം അദ്ദേഹത്തിനുണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ചില ടിപ്സും പറയും. അവർ ഗൾഫിലൊക്കെ ഉപ്പുവെള്ളമൊക്കെയാണ്, അപ്പോൾ അത് തലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ മുടിയൊക്കെ പൊഴിച്ചിലൊക്കെ ഉണ്ടാവും, ആ ഒരു കഷണ്ടിയൊക്കെ കാണണം. അങ്ങനെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് പുള്ളി എനിക്ക് ബ്രീഫ് തരുന്നത്. പത്തേമാരിയുടെ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മമ്മൂക്ക ഒരു കമന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇത് ഞാനല്ലല്ലോ, ഇത് സായികുമാറാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അത് ശരിക്കും ശരിയാണോ? വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് റഷീക്കയുടെ കോൾ വന്നു. വിളിച്ചിട്ട് പറഞ്ഞു വേഗം തൃപ്പൂണിത്തുറയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ബസ് കയറി വരാനാണെന്നുണ്ടെങ്കിൽ അന്ന് ഒരു 2-3 മണിക്കൂർ എന്തുവല്ലോ എടുക്കും കാര്യങ്ങളൊന്ന് വരാൻ. അപ്പോൾ പുള്ളി അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ പിണങ്ങുകയൊക്കെ ചെയ്യുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പം തന്നെ സ്പോട്ടിൽ ഇറങ്ങാൻ പോയ സമയത്ത് ഒരാൾ, നമുക്ക് പരിചയമുള്ള ഒരാൾ അവിടെ വന്നു. അയാൾ ബൈക്കിലാണ് വന്നത്. എന്താ ചെയ്തു, എന്താ ടെൻഷൻ? ഞാൻ പറഞ്ഞു എനിക്ക് തൃപ്പൂണിത്തുറ വരെ പോകണം. എന്നാൽ ഞാൻ ബൈക്കിൽ കൊണ്ടും പെട്രോൾ അടിച്ചെന്നാൽ പറഞ്ഞു. അങ്ങനെ ഈ 3 എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ കൊണ്ട് എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ ലൊക്കേഷനിലെത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ സ്കെച്ച് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ നിന്ന് വരച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത്രയും ടെൻഷൻ അടിച്ച് വന്നതിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വരച്ച് ഞാൻ റെഫറൻസ് എടുത്ത ഒരു ചന്ദ്രികയുടെ എന്തോ ഒരു ആഡ് ഞാൻ തന്നിട്ട് ഇമേജ് നോക്കിയിട്ടാണ് വരച്ചിട്ട് ഇത് കൺസെപ്റ്റ് ചെയ്ത് കൊണ്ട് കൊടുത്ത് ക്യാരവാനി വിളിച്ചുകൊണ്ട് പോയിട്ട് ആദ്യം തന്നെ കണ്ടപ്പം ഇങ്ങനെ പറഞ്ഞു, ഇത് എന്നെ പോലല്ലേ സായികുമാറാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അത് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടിയായി. പക്ഷേ അവിടെ നിന്ന് പോയി ലൊക്കേഷൻ ഋഷിക്ക് പറഞ്ഞു ഒന്നുകൂടെ വരച്ചു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തിൽ പറയും, നല്ലതെന്ന് നമുക്ക് പറയാം, അങ്ങനത്തെ ഒരു ശീലം. അപ്പം പിന്നെ പോയി 2ാമത് വരച്ച് അത് ഓക്കെ ആയി. പിന്നെ അങ്ങനെ റഷീക്ക പിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു റെഫറൻസ് മാത്രമായിരുന്നു നമ്മൾ കൊടുക്കുന്നത്. അപ്പം പിന്നെ അവർ റഷീക്കയുടെ മാജിക്ക് റഷീക്ക ചെയ്തു. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒടിയൻ, ആമി, ഞാൻ മേരിക്കുട്ടി ഇതെല്ലാം സേതു ചെയ്തതല്ലേ? ഒടിയൻ്റെ ഫസ്റ്റ് ലുക്കിലുള്ള സംഭവം ഞാൻ ചെയ്തതല്ല. അതായത് ഒടിയനിലോട്ട് എത്താൻ തന്നെ കാരണം എൻ്റെ ഒരു ഫാൻ മെയ്ഡ് ഒരു ഇമേജാണ്. അപ്പോൾ ഒടിയൻ്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ലാൽ സാറിൻ്റെ അടുത്ത ഒരു പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം. ആ പടം ഒരെണ്ണമുണ്ട്, മറ്റേ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ ഫേസ് പോലെ തന്നെ ഉള്ള ഒരു ഫേസ് വെച്ചിട്ട് മരത്തേന്ന് ഒരു എന്തോ ഒരു ആയുധമൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ ചാടാൻ നിൽക്കുന്ന ഒരു സംഭവം ഞാൻ വരച്ച് അത്യാവശ്യം രസകരമായിട്ട് ഒരു വർക്ക് ചെയ്തു. അത് ചെയ്ത് ഞാൻ FBയിൽ ഇട്ട്. ഈ സംഭവം അത്യാവശ്യം അങ്ങ് റീച്ച് ആയി, ഫാൻസുകാരൊക്കെ അങ്ങ് ഏറ്റെടുത്ത്. ഏറ്റവും വലിയ രസം എന്ന് പറയുമ്പോൾ ഈ സംഭവം ബസ് ഉണ്ടല്ലോ, മറ്റേ ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ, ആ ബസ്സിനകത്ത് ഇത് പ്രിൻ്റായിട്ട് വന്നു. മൊത്തത്തിൽ സ്റ്റിക്കർ പ്രിൻ്റ് ഉണ്ടല്ലോ, വലിയ സ്റ്റിക്കർ പ്രിൻ്റ്, അതൊക്കെ അടിച്ചിട്ട് വന്നു. അപ്പോൾ ഈ സാധനം അത്രത്തോളം കയറി അങ്ങ് വൈറലായി. അപ്പോൾ വൈറലായപ്പോഴത്തേക്ക് ഇത് ലാൽ സാറിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ലീചാറിന് ഈ സാധനം ശ്രീകുമാർ സാറിനെ കാണിച്ചു കൊടുത്തു. ആ സെയിം ടൈമിൽ ഒരു നിമിത്തം പോലെ സംഭവിച്ചത്. എനിക്ക് ഈ ബറോസിലോട്ട് വരുന്ന സമയത്തും ഓഡിയനിലോട്ട് വരുന്ന സമയത്ത് ലാൽ സാറോട്ട് ലിങ്ക് ആകുന്ന ഈ ഒരു സമയത്തൊക്കെ എനിക്ക് എന്തോ ഒരു സംഭവം, അതായത് പല ഭാഗത്തുനിന്നും ഒരേ പ്രോജക്റ്റിലോട്ട് വിളി വരും. അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞില്ല. എനിക്ക് ഈ ഓഡിയനിലോട്ട് വരുന്ന സമയത്ത് സന്തോഷ് രാമൻ ചേട്ടൻ, ആ ഡയറക്ടർ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു സ്കെച്ച് ചെയ്യണമുണ്ട്, ഒരു കൺസെപ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പടം തന്നു. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്തപ്പൻ്റെ ക്യാരക്ടറാണ് സംഭവം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കും ലീച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത് വിട്ട് എന്തോ ഒരു സ്കെച്ചിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകുമാർ സാറിൻ്റെ അവിടെ നിന്ന് ഒരു പോസ്റ്റ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ അവിടെ ചെന്നപ്പം ശ്രീകുമാർ സാറ് ഇതെല്ലാം പടമെല്ലാം കണ്ടു പറഞ്ഞ് ഇപ്പം നമ്മുടെ വർക്ക് നീ ഇവിടെ കാണത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് എന്നാൽ പിന്നെ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞ്. അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ കൂടെ അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൂടി, അങ്ങനെ ലാൽ സാറിൻ്റെ അടുത്ത് എത്തപ്പെട്ട് ലീച്ചറിനെ ഇതോട്ട് പരിചയപ്പെടുത്തി, ആർട്ടിസ്റ്റാണ് വർക്ക് ഒന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ലുലു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണെന്ന് തോന്നുന്നു, ഷേഖ് നെഹ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു ഇമേജ്. ആ പടം ഒരു 4 ദിവസം സമയം ഉള്ളു ഇത് ചെയ്യാൻ. അപ്പം ഞാൻ പാലക്കാട്ടിൽ നിന്ന് ഇവിടെ നമ്മുടെ ഫിനിക്സിൽ വന്നിട്ട് മെറ്റീരിയലും കളക്ട് ചെയ്ത് വീട്ടിൽ പോയി. ഇനി 3 ദിവസം വീട്ടിൽ ചെന്നിട്ട് ഞാൻ രാത്രി വരയ്ക്കാനിരുന്നു.
വരയ്ക്കാനിരുന്ന് ഈ സംഭവം സ്കെച്ചൊക്കെ ഇട്ട് വരച്ച് പെയിൻ്റ് അടിച്ച് ഇങ്ങനെ വന്ന് കുറച്ച് ഇത്രയും പാർട്ടായപ്പോഴത്തേക്ക് എന്തോ ഒരു വശപ്പശ തോന്നി. നോക്കുമ്പോൾ ഞാൻ ക്യാരക്ടർ കംപ്ലീറ്റ് ഔട്ടായി. ആ പടം ഇനിയിപ്പം രാത്രി വരച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇനി 2 ദിവസമേ ഉള്ളൂ. അത് നോക്കിയപ്പോഴത്തേക്കും ക്യാരക്ടറൊക്കെ ഒരുമാതിരി ചേഞ്ചായി വല്ലാത്തൊരവസ്ഥയിരിക്കും. എനിക്ക് ആ പടം അങ്ങ് ടെൻഷൻ കൂടി. ആ പടം വിഷമിച്ച അമ്മ പറഞ്ഞ് പേടിക്കണ്ട, നീ ഒന്നുകൂടെ പോയി ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഈ ക്യാൻവാസ് തിരിച്ചു വെച്ച് വീണ്ടും വന്നേന്ന് തുടങ്ങി. പിന്നെ ആ ഒരു 2 ദിവസം ആ സമയം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഫുൾ ഉറങ്ങാതെ ഇരുന്ന് വർക്ക് ചെയ്ത്, പിറ്റേ ദിവസവും അതുപോലെ തന്നെ വർക്ക് ചെയ്ത്. എന്നിട്ട് എൻ്റെ ഒരു ഹെൽപ്പിനായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വെങ്കി എന്ന് പറഞ്ഞു. ഞാൻ ഫേസ് എല്ലാം തീർത്ത് ഇത്രയും ഇവിടം വരെ ആയപ്പോഴത്തേക്കും അവൻ ഈ സൈഡിൽ നിന്നുകൊണ്ട് ഇവിടെ എല്ലാം ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്ങും ചെയ്ത് അങ്ങനെ വെളുപ്പിനെ 5 മണിക്ക് അന്ന് ഉറക്കം കൃത്യമായിട്ട് കിട്ടിയില്ല. അന്ന് 5 മണിക്ക് വണ്ടി എടുത്തിട്ട് നേരെ എറണാകുളം വന്ന് അന്ന് ലാൽസാറിൻ്റെ ഒരു ഫോട്ടോ സ്കാനിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് അവിടെ വെച്ച് കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ അവിടുന്ന് തൊട്ട് ഒരു കാരണം നമ്മൾ ആ ലിമിറ്റഡ് സ്പേസിൽ ആ ഒരു ടൈമിൽ നമ്മൾ ആ സാധനം ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ലാൽസാറിൻ്റെ കുറേ പേഴ്സണൽ വർക്കുകളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ആർട്ടിസ്റ്റുകളെ വലിയ കാര്യമാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ പെയിന്റിങ്സൊക്കെ കാണിച്ചു തന്നു. പുതിയ ഫ്ലാറ്റിൻ്റെ പാലുകാച്ച് സമയത്ത് സോമങ്ങിനെ വിളിച്ചായിരുന്നു. അപ്പം 50 പേരെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പെയിൻറ്റിങ്സും നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ച് അവിടെ ചെന്നപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മുകളിൽ പെയിൻറ്റിങ് ഉണ്ട്. കയ്യിൽ പിടിച്ച് വലിച്ച് അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി മുകളിൽ പോയി പെയിൻറ്റിങ്സ് ഒക്കെ കൊണ്ട് നടന്നത് കാണിച്ച് അതിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു തന്നു. ആ തിരക്കിനിടയ്ക്കും എൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇതിനെക്കുറിച്ച് ആർട്ടിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അല്ലാതുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. എനിക്ക് അന്യഭാഷാ ചിത്രങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരികയും വർക്ക് പിടിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അല്ലാതെ ഈ ഇപ്പോൾ മാർക്കോ ഭയങ്കര ഹിറ്റാണ്. ഇതല്ലാതെ വേറെ പുറത്തുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? പുറത്ത് അന്യഭാഷാ ചിത്രങ്ങൾ? അന്യഭാഷ ഇപ്പം വർക്ക് നടന്നത് ഋഷഭ് ലാൽസാറിൻ്റെ തന്നെ തെലുങ്ക് പടത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇനി ഇറങ്ങാൻ പോകുന്നത് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. അതൊരു ഹോളിവുഡ് ടൈപ്പ് ഒരു ക്യാരക്ടറിനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സീഗോസ്റ്റ്. പുറത്ത് കാണിക്കാറായിട്ടില്ല, പക്ഷെ ടീസർ കഴിഞ്ഞ ദിവസം ഇറങ്ങി. അതിനകത്തൊരു ജസ്റ്റ് ഒരു ചെറിയൊരു മങ്ങിയ ലൈറ്റിൽ അതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം രസകരമായിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ കിടപ്പുണ്ട്. നമ്മളൊരു പടം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടെ ഇരിക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം. കാരണം അതിൻ്റെ മേക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അതിൻ്റെ മേക്കപ്പ് മാൻ പ്രദീപ് ഇതിരയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ വിക്കി ഗോമസ്, പിന്നെ അതുപോലെ തന്നെ സ്വാതി ദീഷ്, അങ്ങനെ കുറച്ച് മുനീറ, അങ്ങനെ കുറച്ച് ടീമെല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ടീം വർക്കായിരുന്നു. നല്ല അതിൻ്റെ രസകരമായ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. മോൾഡ് എടുത്തപ്പോഴത്തേക്കും ആള് എത്ര മണിക്കൂറാണ്, എനിക്ക് തോന്നുന്നു രാവിലെ നിന്നിട്ട് വൈകുന്നേരം 6-7 മണി വരെ ഒറ്റ നിപ്പ് നിന്നിട്ട് ആള് ബോധരഹിതനായി. ഞങ്ങൾ വിചാരിച്ച് ജീവനില്ലാത്തൊരവസ്ഥ എത്തിയെന്ന് വരെ വിചാരിച്ചു പോയി. അങ്ങനത്തെ അത്ര നല്ല കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കായിരുന്നു. സിനിമയിൽ ഇത് കാണിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഇതൊക്കെ കാണാൻ. എനിക്കും കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസകരമായ ഒരു സംഭവമാണ്. മാർക്കോയിൽ ഈ തലച്ചോറ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേ ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ ഞരമ്പുകൾ വരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇത് ഈ ഒരു നോക്സ് എന്ന് പറഞ്ഞൊരു ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ ഗ്ലോസി ഉണ്ട്, മാറ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓർഗൻസ് നമുക്ക് ഈ ഗ്ലോസിനെസ് ഒക്കെ കിട്ടേണ്ട ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഈ സ്മൂത്ത് ഓൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ മെറ്റീരിയലാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് കിട്ടും. കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ഈ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് പോയി. പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിച്ചോട്ടെ. എല്ലാവരും ഇതിപ്പം കേട്ടങ്ങ് പോവും. വേണ്ടവർ, ആവശ്യമുള്ളവർ, അതിനകത്ത് പാഷനുള്ളവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു, അതിൻ്റെ കോഴ്സിന് ചേരുന്നു, പഠിക്കുന്നു, അവർക്ക് ജോലിയാകുന്നു. അത് നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവം എന്ന് വെച്ചാൽ ഈ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അതറിയോ, ചിലർ ഈ ആക്സിഡൻറ്റ് കൈ പോയി, കാല് പോയി, വിരൽ പോയി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചിലരൊക്കെ വിഷമം പറയും, എനിക്ക് കാൽപ്പത്തി നഷ്ടപ്പെട്ടു പോയതാണ്, എനിക്കിന്ന് ഷൂ പോലെ കൃത്യമായിട്ട് ഇടാൻ പറ്റത്തില്ല, എനിക്കിതൊന്ന് ചെയ്തു തരാൻ പറ്റുമെന്നുള്ള. ഇവരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് വീണ്ടും പറയാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേബി, പിന്നെ അതുപോലെ തന്നെ പാർട്സുകൾ, കൈ, കാല്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ സിനിമ കുറച്ചുകൂടെ വളരുന്നുണ്ട്. ഒരു കാര്യമാണ്, ഞാനിപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് മൂവി ഇറങ്ങുന്നുണ്ട്. അത് ലെറ്റ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. അത് കൊറോണ സമയത്ത് ചെറിയ സംഭവം ചെയ്തതായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ല സംഭവം. അതിൻ്റെ ഒരു സെക്കൻഡ് ഒരു പാർട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ
കുറച്ച് സ്ലാഷർ ടൈപ്പ് കുറച്ച് കാര്യങ്ങൾ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് പമ്പിങ് കാര്യങ്ങൾ, പിന്നെ തല കട്ട് ചെയ്ത മാർക്കോയ്ക്ക് മുമ്പ് 2023 ഞാൻ ഷൂട്ട് ചെയ്ത സാധനമാണ്. കട്ടാൻ മറ്റേ എന്താ കോപ്പി പേസ്റ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞില്ല. ക്രിയേറ്റിവിറ്റി എന്നും ക്രിയേറ്റിവിറ്റി ആയിട്ട് തന്നെ ആൾക്കാർ തിരിച്ചറിയും. അത് കുഴപ്പമില്ല, അത് കണ്ടാൽ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ചെയ്തു അപ്പം നന്നായി പോവുക, ചെയ്തു വളരട്ടെ, ഞങ്ങളുടെ സിനിമയും വളരട്ടെ. താങ്ക് യു. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.